വായിച്ചാട്ടെ 1 യോഹന്നാൻ 5:4 ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഹല്ലേലൂയ. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, ദൈവത്തിന് തൃത്വമുണ്ട്. എന്താ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുപോലെ പിശാചിനും എന്തുണ്ട്? തൃത്വമുണ്ട്. എന്താ? ലോകം, ജഡം, പിശാച്. ഈ 3 വ്യക്തികളിലൂടെയാണ് പിശാച് തന്റെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. ലോകത്തിലൂടെ, ജഡത്തിലൂടെ, പിന്നെ പിശാച് നേരിട്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ലോകത്തിന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്താ അർത്ഥം? ലോകം എന്നത് പിശാചിന്റെ ഒരു കേളീരംഗമാണ്. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവർത്തന മേഖലയാണ് ലോകം. അതിലെന്തോണ്ട്? കഷ്ടതയുണ്ട്. നീ ഭയപ്പെടേണ്ട, ധൈര്യപ്പെട്. ഞാൻ ആ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. ആ കഷ്ടത്തെ, നിന്റെ കഷ്ടത്തെ ജയിച്ചിരിക്കുന്നു. Come on, lift up your voice and pray. Hallelujah. നീ കഷ്ടതയ്ക്കുള്ളവനല്ല, നഷ്ടത്തിനുള്ളവനല്ല, ജയം പ്രാപിക്കാനുള്ളവനാണ്, ഉയർച്ച പ്രാപിക്കാനുള്ളവനാണ്, വിടുതൽ പ്രാപിക്കാനുള്ളവനാണ്. പറഞ്ഞാട്ടെ, ഞാൻ കഷ്ടപ്പെടാനുള്ളവനല്ല, ഞാൻ നഷ്ടപ്പെടാനുള്ളവനല്ല, ഞാൻ ചീഞ്ഞളിയാനുള്ളവനല്ല, ഞാൻ നശിക്കാനുള്ളവനല്ല, ഞാൻ മരിക്കാനുള്ളവനല്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കാനുള്ളവനത്രേ. കാര്യം, എന്റെ അപ്പൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ലോകം, ജഡം, പിശാചിന്റെ തത്വങ്ങൾ. ഹല്ലേലൂയ. ലോകത്തെ ജയിക്കണം. എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസമുള്ളവന് ലോകത്തിന്റെ ക്രിയകളെ ജയിക്കാം, ലോകത്തിന്റെ പ്രതികൂലങ്ങളെ ജയിക്കാം, ലോകത്തിന്റെ നഷ്ടങ്ങളെ ജയിക്കാം, ലോകത്തിന്റെ കഷ്ടങ്ങളെ ജയിക്കാം. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. Come on. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്താലുള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? 1 നീതീകരണം, മറ്റൊന്ന് പൂർണ്ണമായ സൗഖ്യം, 3 പരിശുദ്ധാത്മാവ്, 4 ശുദ്ധീകരണം, 5 രക്ഷ, 6 സ്നേഹം, 7 പ്രാഗൽഭ്യം, 8 ദൈവത്തോട് അടുക്കാനുള്ള കഴിവ്, 9 ലോകത്തിന്മേൽ ജയം. 10ാമത്തെ കാര്യം വളരെ പരമപ്രധാനമായ സംഖ്യാപൂർണതയാണ് 10. അങ്ങനെയെങ്കിൽ 10ാമത്തെ കാര്യം എന്താണ്? വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഹല്ലേലൂയ. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് കഴിയാത്ത കാര്യമൊന്നുമില്ല. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. വായിച്ചാട്ടെ, മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശു അവനോട്, നിങ്ങൾ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവനോട്, നിനക്ക് കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. വിശ്വാസത്തിന്റെ ആഴം പുറത്തു കൊണ്ടുവരുന്നൊരു വാക്യമാണത്. നമുക്കറിയാം, ദൈവത്തിന് സകലതും കഴിയുമെന്നത് വിശ്വസിക്കാൻ പ്രയാസമില്ല. കാര്യം, ദൈവം സകലത്തെയും സൃഷ്ടിച്ചവനാണ്, സകലത്തിന്മേലും അധികാരമുള്ളവനാണ് ദൈവം. ദൈവത്തിന് സകലതും കഴിയും, അതെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് സകലതും കഴിയുമെന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. അതത്രേ പരമാർത്ഥം. നിനക്ക് സകലതും കഴിയും. നീ വിശ്വസിക്കാൻ തയ്യാറാവുണ്ടെങ്കിൽ നിനക്ക് കഴിയാത്ത കാര്യമില്ല. അസാധ്യങ്ങൾ നിന്റെ മുമ്പിൽ സാധ്യമായി തീരും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ നിനക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. അനുഗ്രഹത്തെ വിളിച്ചു വരുത്തുവാൻ, ശാപത്തെ പറഞ്ഞയക്കുവാനൊക്കെ നിനക്ക് അധികാരമുണ്ട്. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. വിശ്വാസത്തിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് നാം വായിക്കുവാനിടയായത്. ഇനി വിശ്വാസത്തിന്റെ തടസ്സങ്ങൾ കൂടെ പറഞ്ഞിട്ട് വേഗത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. എന്തൊക്കെയാണ് വിശ്വാസത്തിന്റെ തടസ്സങ്ങൾ? 1, സംശയം വിശ്വാസത്തിന്റെ ഒരു തടസ്സമാണ്. മത്തായി സുവിശേഷം 21-ാം അധ്യായം 21-ാം വാക്യം വായിച്ചാട്ടെ. യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ, നിങ്ങൾ സംശയിക്കാതെ
വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. ഒരു കാര്യം പറഞ്ഞോട്ടെ, ആരോ പറഞ്ഞു പഠിപ്പിച്ചൊരു പാഠമുണ്ട്, നിങ്ങൾ ശപിക്കാനുള്ളവരല്ല അനുഗ്രഹിക്കാനുള്ളവരാണ്. ഒരു വിധത്തിൽ ശരിയാണ്. എന്നാൽ ചില കാര്യങ്ങൾ നാം തകർക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കുന്നവർക്ക് ഇത് ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? ഫലമില്ലാത്തൊരു അത്തി എന്ത് ചെയ്തു? ശപിച്ചുണക്കി. മനുഷ്യനെ ആരെയും ശപിക്കണ്ട, എന്നാൽ ദുഷ്ട പിശാചിനെ നീ ശപിക്കണം. അവനെ ഉപദ്രവിക്കുവാൻ നീ തയ്യാറാകണം. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, എടാ അവിടെ ഇരുന്നോട്ടെന്നേ, നമുക്ക് ഉപദ്രവമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. ഇന്ന് ഉപദ്രവമില്ലെങ്കിൽ നാളെ ഉപദ്രവമാകും. ഹല്ലേലൂയ. എന്താ വാക്യം പറയുന്നത്? പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്തില്ലെങ്കിലോ കൊങ്ങ കയറി പിടിക്കും. ഇന്നല്ലെങ്കിൽ നാളെ കാലേ കൂട്ടി തട്ടിക്കൊള്ളണം. അതാ ദാവീദ് പറയുന്നത്, ഞാൻ ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും രാവിലെ തോറും എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? ഒരു വാളുമായിട്ട് നടന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണോ രാവിലെ? വെട്ട് 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 വെട്ട്. അതല്ല, ദേശത്ത് ഒരുപാട് ദുഷ്ടശക്തികളുണ്ട്, ദുഷ്ടദേശാധിപതികളുണ്ട്. അവയെ വെട്ടുവാനുള്ള അധികാരം നിനക്കുണ്ട്. എങ്ങനെ? യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തിയാൽ, യേശുവിന്റെ ശുദ്ധീകരിക്കുന്ന ശക്തിയാൽ, യേശുവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ, യേശുവിന്റെ പുനരുദ്ധാന ശക്തിയാൽ. ഇത് നീ ചെയ്യണം. ദൈവം നേരിട്ട് ചെയ്യത്തില്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യമല്ല, ചെയ്യും. നമുക്ക് കാണാൻ സാധിക്കും. പിശാചിനെ എന്ത് ചെയ്യും? പിടിച്ചു കെട്ടും. പക്ഷേ ഈ ദിവസങ്ങളിൽ നീ അത് ചെയ്തേ മതിയാകും. ദേശം വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദുഷ്ട ദേശാധിപതിയെ ചവിട്ടുവാൻ തയ്യാറാകണം. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ദൈവം ചതയ്ക്കുന്നല്ല പറഞ്ഞത്, നിന്റെ കാൽ കീഴെ ചതച്ചു കളയും. ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കണ്ണല്ല, ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നാവല്ല, ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കാലത്രേ. പിശാചിനെ ചവിട്ടുവാൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലവനത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. ചവിട്ടിയാണ്. ഹല്ലേലൂയ. ദുഷ്ട പിശാചിനെ തകർക്കുന്ന ശുശ്രൂഷ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആ വാക്യം വായിച്ചാൽ മത്തായി 21:21 വാക്യം. എന്ന് മാത്രമല്ല ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് എങ്ങനെ? നീ സംശയിക്കാതെ പറഞ്ഞാൽ അത് സംഭവിക്കും. നമുക്കറിയാം അതിന്റെ വിഷയം. യേശു ഒരു അത്തിയോട് പറഞ്ഞു ഉണങ്ങിപ്പോകാൻ പറഞ്ഞു. കാര്യം എന്താണ്? അതിന് ഫലം കണ്ടില്ല. പിറ്റേ ദിവസം അതിൽ പോയപ്പോൾ അവർ മനസ്സിലാക്കി, ഗുരു നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. അപ്പോഴാണ് യേശു പറഞ്ഞത്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസത്തോടെ നിങ്ങളും പറഞ്ഞാൽ ഈ പ്രവൃത്തി നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഫലമില്ലാതെ സ്ഥലം പാഴാക്കിക്കൊണ്ട്, അനേകർക്ക് നാശമായിക്കൊണ്ട്, അനേകർക്ക് തടസ്സമായിക്കൊണ്ട് നിൽക്കുന്ന അത്തികളെ ശപിച്ചുണക്കുവാനുള്ള അധികാരം നിനക്കുണ്ട്. വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ ഉപയോഗിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള മാനിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. സംശയം വിശ്വാസത്തിനൊരു തടസ്സമാണ്. പിന്നെ വിചാരപ്പെടുക വിശ്വാസത്തിന്റെ തടസ്സമാണ്. ഞാൻ ഒരുപാട് പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദിവസവും കേൾക്കുന്നവനാണ്. ഏറ്റവും കൂടുതലും ആകുലത കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ വിചാരപ്പെടലുകൾ കൊണ്ടുണ്ടാകുന്ന വിഷയമാണ്. സംഭവം ഒന്നും നടന്നിട്ടില്ല, ഒന്നും ഇന്ന് ഈ സമയം വരെ എന്തല്ല കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നാളെ എന്ത് സംഭവിക്കും? ഇങ്ങനെ പോയാൽ നാളെ എന്ത് സംഭവിക്കും? ഇങ്ങനെ കടം കയറിയാൽ നാളെ എന്ത് സംഭവിക്കും? ഈ വിഷയങ്ങൾ ഇങ്ങനെ പോയാൽ നാളെ എന്ത് സംഭവിക്കും? ആകുലത, വിചാരപ്പെടുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ വിചാരപ്പെടരുത്. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുവാൻ ഒരുവനുള്ളത് കൊണ്ട് വിചാരപ്പെടരുത്.
കരങ്ങളെ ചേർത്തടിച്ചാട്ട്. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുവാൻ ഒരുവനുണ്ട്. Come on, lift up your voice and pray. Hallelujah. മത്തായി സുവിശേഷം 6-ാം അധ്യായം 30-31 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഞാൻ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വിചാരപ്പെടുന്നവരോട് ചോദിക്കാറുണ്ട്, ഇന്ന് കഴിക്കാൻ ആഹാരമുണ്ടോ? ഒരു ഉണ്ട്. ഇന്ന് ധരിക്കാൻ വസ്ത്രമുണ്ടോ? ഉണ്ട്. ഇന്ന് പാർക്കുവാൻ പാർപ്പിട സൗകര്യമുണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ നാളെയും ദൈവം അതുപോലെ നടത്തും. വിശ്വസിക്ക. ഇന്ന് നടത്തിയവൻ അതിലും ശ്രേഷ്ഠമായിട്ട് നാളെ നടത്തും. നാളെ നിനക്കുള്ളതല്ല, നാളെ ദൈവം നിനക്ക് തരുന്നതാണ്. വിശ്വാസ കാതുകളാൽ, ഹല്ലേലൂയ, വിശ്വാസ കണ്ണുകളാൽ മുന്നോട്ട് നോക്കി, ഹല്ലേലൂയ, മുന്നോട്ട് പോയാട്ട് നാളുകൾ അനുഗ്രഹമായി മാറുകയാണ്. നാളുകൾ നല്ല ദിനങ്ങളായി മാറുകയാണ്. നല്ല പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ചുവടുകൾ മുന്നോട്ട് വെച്ചാട്ട് വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഒന്ന്, സംശയം വിശ്വാസത്തിനൊരു തടസ്സമാണ്. 2, വിചാരപ്പെടൽ വിശ്വാസത്തിന് ഒരു തടസ്സമാണ്. മറ്റൊന്ന്, ലോകജ്ഞാനം വിശ്വാസത്തിന് തടസ്സമാണ്. 1 തിമോഥെയോസ് 6:20-21 വാക്യങ്ങൾ. അല്ലയോ തീമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക. പിന്നെ ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? ലോകജ്ഞാനം വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കും. ഹല്ലേലൂയ. ലോകം ജ്ഞാനം പല വിധത്തിൽ പകർന്നു തരും. പുസ്തകങ്ങളിലൂടെ, ഹല്ലേലൂയ, സിനിമയിലൂടെ, മറ്റ് പലവിധ മാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യും? ലോകജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കും. അതൊക്കെ എന്താണ്? ദൈവത്തോട് ശത്രുത്വമാണ്. അതുകൊണ്ടാണ് കൂടെ പറയുന്നത്, തല കൊണ്ട് വിശ്വസിക്കരുത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. രക്ഷയ്ക്കായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. തല കൊണ്ട് ചിന്തിച്ചാൽ പല കാര്യങ്ങളും വിശ്വസിക്കാൻ കഴിയുകയില്ല. തല കൊണ്ട് വിശ്വസിച്ചാൽ തല പറയും. ഒരിക്കലും താണുപോയ ഇരുമ്പ് കോടാലി പൊങ്ങി വരത്തില്ല. അതിന് സാധ്യതയില്ല. ഭൂഗുരുത്വാകർഷണ ബലമെന്നൊരു ബലമുണ്ടെങ്കിൽ ഒരു കാലത്തും താഴേക്ക് പോയ കോടാലി പൊങ്ങി വരാൻ സാധ്യതയില്ല. ശരിയാ, കോടാലി പൊങ്ങി വരത്തില്ല. എന്നാൽ വിശ്വാസമുള്ള ഹൃദയത്തോട് ചോദിക്ക്, ഹൃദയം പറയും അത് നടക്കും. ദൈവത്താൽ സകലതും സാധ്യം. ഹല്ലേലൂയ. ഭാരമേറിയ കോടാലി ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അത് പൊങ്ങി വരുമെന്ന് വിശ്വസിക്കാൻ തൊക്കണം. ഹൃദയത്തിൽ വിശ്വാസമുണ്ട്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഹൃദയം കൊണ്ട് വിശ്വസിച്ചാട്. തല പറയും പച്ചവെള്ളം വീഞ്ഞായ ചരിത്രമില്ല, വാട്ടവെള്ളമായ ചരിത്രമേ ഉള്ളൂ. ഹൃദയത്തോട് ചോദിക്ക്, ഹൃദയം പറയും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. കാനാവിലെ കല്യാണ വീട്ടിൽ അത് സംഭവിച്ചുവെങ്കിൽ നിന്റെ ഭവനത്തിലും പോരായ്മകളെ പരിഹരിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഹൃദയം പറയും. ഹല്ലേലൂയ. കാക്കയാർക്കും ഭക്ഷണം കൊണ്ട് കൊടുത്ത ചരിത്രമില്ല. തല പറയും തട്ടിപ്പറിച്ച ചരിത്രമേ ഉള്ളൂ. എന്നാൽ ഹൃദയത്തോട് ചോദിക്ക്, ഹൃദയം പറയും ഓ, കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച ഒരു ദൈവമുണ്ട്. കരങ്ങളെ ചേർത്തടിച്ചാണ്. ഓ, രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കാക്കയെ കൊണ്ട് നിന്റെ അഭിഷേകത്തിന് കൊണ്ടു കൊടുത്ത ഒരു ദൈവമുണ്ട്. അവന് കഴിയാത്ത കാര്യമില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്ക. തല കൊണ്ട് വിശ്വസിക്കരുത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ ലോകജ്ഞാനം വിശ്വാസത്തിനൊരു തടസ്സമാണ്. സംശയം ഒരു തടസ്സമാണ്. വിചാരപ്പെടൽ ഒരു തടസ്സമാണ്. ലോകജ്ഞാനം ഒരു തടസ്സമാണ്. മറ്റൊന്ന്, ഭയം ഒരു തടസ്സമാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 30-31 വാക്യങ്ങൾ. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു.
ഹല്ലേലൂയ. നമുക്കറിയാം സംഗതി. യേശുവിനെ കൂടാതെ ശിഷ്യന്മാർ ഒരു ബോട്ടിൽ പുറപ്പെട്ടു പോയി, പടകിൽ പുറപ്പെട്ടു പോയി. ചില ദൂരം സഞ്ചരിച്ചപ്പോൾ കാറ്റ് പ്രതികൂലമായി. കരവിട്ട് ബഹുദൂരത്തേക്ക് ആ പടക് പോകാനിടയായി. സഹായിപ്പാൻ ആരുമില്ല. തണ്ടു വലിച്ചവർ കുഴയുകയാണ്. ആ സമയത്ത് ഒന്നാം യാമം കഴിഞ്ഞു, രണ്ടാം യാമം കഴിഞ്ഞു, മൂന്നാം യാമം കഴിഞ്ഞു. പ്രതീക്ഷയ്ക്കൊക്കെ വകയില്ലാതായി. ഒരു സാധ്യതയുമില്ല രക്ഷപ്പെടാൻ. ആ സമയത്ത് നാലാം യാമത്തിൽ ഒരുവൻ കടൽമേൽ നടന്ന് ഒരടുക്കിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസം ഏറ്റെടുക്കുക. ഒരു പ്രതീക്ഷയ്ക്കും സാധ്യതയില്ലെന്ന് ലോകം പറയുമ്പോൾ യേശു പറയുന്നു, എനിക്ക് പ്രതികൂലങ്ങളുടെ മേൽ നടന്ന് നിന്റെ അടുത്തേക്ക് അടക്കുവാനുള്ള കഴിവുണ്ട്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. എല്ലാവരും കൈവിട്ട സമയത്ത്, ബഹുദൂരം പിന്നിട്ട സമയത്ത്, തകർന്നു വന്ന ലോകവും പിശാചും ഒക്കെ ഒരുപോലെ പറഞ്ഞ സമയത്ത്, നിനക്ക് വേണ്ടി കടൽ മീത നടന്ന് പ്രതികൂലങ്ങളുടെ നടന്ന് നിന്റെ അടുത്തേക്ക് വരുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങളെ ചേർത്തടിച്ചാണ്. വിശ്വസിക്കുമെങ്കിൽ അവന്റെ പ്രവൃത്തി അന്നെന്ന പോലെ ഇന്നും വെളിപ്പെടുകയാണ്. Come on, lift up your voice and praise. Hallelujah. ഭയപ്പെട്ടു പോയി ആര്? പത്രോസ്. പത്രോസ് പറഞ്ഞു, നീ ആണെങ്കിൽ വെള്ളത്തിൽ നടക്കാൻ കൽപ്പിക്കാൻ. അവൻ പറഞ്ഞു വരാൻ പറഞ്ഞു. പത്രോസ് ചാടിയിറങ്ങി. ഹല്ലേലൂയ. ആ കടല് പത്രോസിന്റെ കാൽക്കീഴെ പാറയായിട്ട് മാറി. ചില ചുവടുകൾ മുന്നോട്ട് വെച്ചപ്പോൾ അവന്റെ ദൃഷ്ടി അല്പം ഒന്ന് മാറ്റപ്പെട്ടു. എവിടേക്ക്? പ്രതികൂലങ്ങളിലേക്ക്. യേശുവിൽ നിന്ന് നിന്റെ കാഴ്ച എപ്പോൾ മാറും? അപ്പോൾ നിനക്ക് ഭയം വരും. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനായ യേശുവിനെ നോക്കാൻ. യേശുവിനെ നോക്കിക്കൊണ്ട് ചുവടുകൾ മുന്നോട്ട് വെക്ക്. ഭയം വരികയില്ല, നിരാശ വരികയില്ല, തകർച്ച വരികയില്ല. നീ ജയത്തോടെ മുന്നോട്ട് പോകും. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. യേശുവിന്റെ മുഖത്ത് നോക്കി ഇറങ്ങിയ പത്രോസ് അല്പം മുഖമൊന്ന് മാറ്റിയപ്പോൾ കാറ്റ് കണ്ടു പേടിച്ചു. ഹല്ലേലൂയ. അവൻ മുങ്ങി താഴുവാൻ തുടങ്ങി. ഭയം വന്നാൽ വിശ്വാസം ഇവിടെ നഷ്ടപ്പെടുകയാണ്. ഭയം വന്നാൽ ദൈവപ്രവൃത്തിയോടെ അവസാനിക്കുകയാണ്. ഭയം വരുമ്പോൾ പിശാചിന്റെ പ്രവൃത്തിയോടെ ആരംഭിക്കുകയാണ്. നിന്നെ തകർക്കുന്ന, നിന്നെ മുക്കിക്കളയുന്ന, നിന്നെ കൊള്ളയിടുന്ന, അല്ലെങ്കിൽ നശിപ്പിക്കുന്ന പിശാചിന്റെ പ്രവൃത്തി ഭയത്തോടൊപ്പം തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ ധൈര്യപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ധൈര്യത്തോടെ എന്റെ യേശു എന്നെ വിടുവിക്കും. ഈ കാറ്റുകൾക്ക്, ഈ തിരമാലകൾക്ക് എന്നെ തകർക്കുവാൻ കഴിയുകയില്ല. Come on, lift up your voice and pray.